നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ അതായത് 23/6/2026 ചൊവ്വാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില ഇന്ന് നോക്കുമ്പോൾ 1 ഗ്രാമിൻ്റെ മുകളിൽ 190 രൂപയും 1 പവൻ്റെ മുകളിൽ 1520 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. നേരിയ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്ന് അതേപടി കുറഞ്ഞിരിക്കുകയാണ്. ഇനി വിശദമായി നോക്കുമ്പോൾ 22 ക്യാരറ്റ് 1 ഗ്രാം 13,375, 1 പവൻ 1,07,000. അതുപോലെ 24 ക്യാരറ്റ് 14,591, 1 പവൻ 1,16,728. അതുപോലെ 18 ക്യാരറ്റ് 10,944, 1 പവൻ 87,552. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കടയിൽ പോയി സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ അവിടെ പണിക്കൂലിയും GSTയും VAT ചാർജും കൊടുക്കേണ്ടി വരും. അതേസമയം റബ്ബർ വില കോട്ടയം RSS ബ്ലോക്കിൽ 273, RSS ബൈക്കിൽ 268, ISN 20 227, ലാറ്റക്സ് 60% യാർഡ്സിന് 168 രൂപ 55 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS ബ്ലോക്കിൽ 273, RSS ബൈക്കിൽ 268. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS ബ്ലോക്കിൽ 263, RSS ബൈക്കിൽ 260 രൂപ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 349 പൈസ, RSS 2 298 77 പൈസ, RSS 3 297 രൂപ 19 പൈസ, RSS 4 296 33 പൈസ, RSS 5 295 രൂപ 90 പൈസ. ഇതാണ് വിദേശ വില. വൈകിട്ടത്തെ വിലയും രാവിലത്തെ വിലയുമായിട്ട് നോക്കുമ്പോൾ മാറ്റമില്ല തുടരുകയാണ്. എന്നാൽ ISN 20 മാത്രം 1 രൂപയാണ് കൂടിയത്. ലാറ്റക്സ് 60% 55 പൈസയും കൂടി. എന്തായാലും കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ നീലേശ്വരത്ത് ഹൃദയം പൊട്ടിക്കുന്ന വേദനയായിരുന്നു ഇന്ന് രാവിലെ നടന്നത്. രാവിലെ സ്കൂളിലേക്ക് പോകാനായി ബസ് കാത്തു നിന്നിരുന്ന കുട്ടികളുടെയും നാട്ടുകാരുടെയും മേൽ മരണമായി പാഞ്ഞെത്തിയ ടിപ്പർ ലോറി. 1 സെക്കൻഡ് കൊണ്ട് 3 ജീവനുകളാണ് നഷ്ടമായത്. അവിടെ നിന്ന് പലരും ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ. ഒരു കുടുംബം അവരുടെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുകയാണ്. പക്ഷേ അവർ ഇനി ഒരിക്കലും തിരികെ വരില്ല. മഴക്കാലമായാൽ ഡ്രൈവർമാർ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. മഴക്കാലം, അമിതവേഗം, അശ്രദ്ധ എന്നിവ പറയുന്നത് മരണപാത തന്നെയാണ്. എപ്പോഴും വേഗത നിയന്ത്രിച്ച് വേണം ഓടിക്കുവാൻ. ബ്രേക്ക്, ടയർ എന്നിവ സ്ഥിരമായി പരിശോധിക്കുക. വളവുകളിലും ജംഗ്ഷനിലും വേഗം കുറയ്ക്കുക. മണ്ണും വെള്ളവും നിറഞ്ഞ റോഡുകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. ദൃശ്യപരത കുറയുമ്പോൾ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററുകളും ഉപയോഗിക്കുക. ക്ഷീണമോ മറ്റ് അസ്വസ്ഥതകൾ തോന്നുമ്പോൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യരുത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് റോഡിൻ്റെ അതിരിൽ നിൽക്കരുത്. വലിയ വാഹനങ്ങൾ വരുമ്പോൾ അല്പം പിന്നിലേക്ക് മാറി നിൽക്കുക. മഴക്കാലത്ത് മഴക്കുള്ളതിനാൽ സുരക്ഷിതമായ സ്ഥലം തിരഞ്ഞെടുക്കുക. കുട്ടികളെ റോഡിനോട് ചേർന്ന് നിർത്താതിരിക്കുക. വാഹനങ്ങളുടെ ശബ്ദവും വേഗവും ശ്രദ്ധിക്കുക. ഓരോ ഡ്രൈവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ഡ്രൈവർമാരുടെ അശ്രദ്ധ ഒരു കുടുംബത്തിൻ്റെ ജീവിതകാല ദുഃഖമായി തന്നെ മാറാം. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെ നന്ദി.